ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ റിവ്യൂ കുറച്ച് അടിപൊളി പിക്കിൾസ് ആണ് കേട്ടോ. അത് നമ്മുടെ താനിയയുടെ മോം മെയ്ഡ് ബ്രാൻഡിൻ്റെ കുറച്ച് അധികം പിക്കിൾസ് ആണ്. ഒരുപാട് വെറൈറ്റി പിക്കിൾസ് നമ്മുടെ താനിയ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മെയ്ഡ് ടു ഓർഡർ ആണ്. അതായത് ആളിങ്ങനെ ബൾക്കായിട്ട് 10-15 കിലോ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ഓർഡർ അനുസരിച്ച് അയക്കുകയല്ല. നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ 250 ഗ്രാം ആയാലും 1 കിലോ 2 കിലോ ആയാലും നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അപ്പോൾ ഉണ്ടാക്കിയിട്ടാണ് ആൾ അയക്കുന്നത്. ഇതിൻ്റെ പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ അച്ചാർ ഉണ്ടാക്കില്ലേ, അതുപോലെയാണ് നമ്മുടെ താനിയ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് 2-3 വെറൈറ്റീസ് വന്നിട്ടുണ്ട്. ഇത് കണ്ണൊന്നും കണ്ടുകൂടാ. ഡേറ്റ്സ് ആൻഡ് ലെമൺ പിക്കിളാണിത്. പിന്നെ ബിംബിളി എന്താണെന്നറിയോ? ഐ എം അസ്യൂമിങ് ഇത് നമ്മുടെ ഇരുമ്പുളിയില്ലേ, അതാണെന്ന് തോന്നുന്നു. അതായിരിക്കണം. സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ മാങ്ങ അച്ചാർ, പിന്നെ ഒരുപാട് വെറൈറ്റി അച്ചാർസ് ആൾ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ ലിസ്റ്റ് ഇതിൻ്റെ കൂടെ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്താലോ. നല്ല എന്താ പറയുക, നല്ല പഴുത്ത് ഉടങ്ങിയ നല്ല മാങ്ങച്ചാർ ഞാൻ റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത്. ഇത് കണ്ടോ, തുറക്കുമ്പോൾ തന്നെ മാങ്ങയുടെയും ഉലുവയുടെയും ഒക്കെ ആ ഒരു ഭയങ്കര ടേസ്റ്റുള്ളൊരു സ്മെല്ല്. അപ്പോൾ ഇതാണ് നമ്മുടെ മാങ്ങച്ചാർ. അപ്പോൾ നമുക്ക് മാങ്ങച്ചാർ കഴിക്കാം. പുളി എന്ന് പറഞ്ഞാൽ പുളി. ചോറിൽ ഇച്ചിരി കുഴഞ്ഞ ചോറ് അതിൻ്റെ കൂടെ അത് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. ഞാൻ ഓൾറെഡി കഴിച്ചതാണ്. കണ്ടോ, നല്ല ഫുള്ളായിട്ടാണ് നമ്മുടെ മാങ്ങച്ചാർ. അടുത്ത അച്ചാർ ബിംബിളി അച്ചാർ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇരുമ്പുളി. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇരുമ്പുളി അച്ചാർ ഉണ്ടാക്കുമായിരുന്നു. എൻ്റെ വയറ് വെള്ളം വെക്കും. അത് വെറുതെ ഉപ്പിൽ ഇങ്ങനെ മുക്കി കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ അച്ചാർ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. ഇതാണ് നമ്മുടെ, നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, എൻ്റെ ഇരുമ്പുളി അറിയാമല്ലോ, നല്ല സോഫ്റ്റായ ഒരു സംഭവമാണ്. അപ്പം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. കണ്ടോ, കണ്ടോ നമ്മുടെ ഇരുമ്പുളി അച്ചാർ. അപ്പോൾ നമുക്ക് കഴിക്കാം. ചോറിൻ്റെ കൂടിയാണ് അതൊക്കെ കഴിക്കേണ്ടത്. അങ്ങനെ വെറുതെ കഴിക്കരുത്. നല്ല എരിവും പുളിയും ഒക്കെ കൂടിയിട്ട് കഞ്ഞിയുടെ കൂടിയ ചോറിൻ്റെ കൂടിയ കിട്ടുമായിട്ട് കഴിക്കാൻ പറ്റും. ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ നമ്മുടെ താനിയ ചെയ്യുന്നുണ്ട്. വേറെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് സാമ്പിൾസ് വന്നിട്ടുണ്ട്. ഉണക്ക നെല്ലിക്ക, ഇത് കണ്ണിമാങ്ങ. ഇത് കണ്ടോ കണ്ണിമാങ്ങ അച്ചാർ, ലെമൺ ആൻഡ് ഡേറ്റ്സ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊടിച്ച് നോക്കാം. ഞാൻ ആക്ച്വലി അച്ചാർ ഡേറ്റൊക്കെ ഒന്ന് കുറച്ചതാണ്. എത്ര കാലറി അതറിയോ ഒരു സ്പൂൺ അച്ചാറിൽ? അപ്പോൾ ഇതെന്ത് അച്ചാറാണെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൈനാപ്പിൾ അച്ചാർ, അടിപൊളി, സൂപ്പർ. ഓരോ കൂടി നമുക്ക് ടേസ്റ്റ് ചെയ്യാം അല്ലേ. ഇതെന്താ നോക്കട്ടെ. എനിക്ക് പണ്ട് നമ്മൾ കുഞ്ഞായിരുന്നപ്പം ഈ പാക്കറ്റിൽ ചെറിയ അച്ചാറുകൾ വാങ്ങാൻ കിട്ടില്ലേ, അതുപോലെ കഴിക്കുന്ന ഒരു ഓർമ്മ. എനിക്ക് മനസ്സിലാവുന്നില്ല, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. അതിങ്ങനെ പണ്ട് ഇങ്ങനെ ചപ്പി കുടിക്കാറില്ലേ, അതുപോലെ ചപ്പി കുടിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നല്ല ഫ്രഷ് ആയിട്ട് പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ നല്ല ഹോം മെയ്ഡായിട്ട് അച്ചാർ വേണമെങ്കിൽ നമ്മുടെ താനിയനെ കോൺടാക്ട് ചെയ്താൽ മതി. താനിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൻ്റെ പോയിടാം. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.